നമസ്കാരം. ദേ ഈ ദൃശ്യം കണ്ടോ? ഒരു സെൽഫിയാണ്. കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ആർത്തുല്ലസിച്ച് കുറച്ചു പേർ ഏതോ ടൂറിന് പോകുന്നു എന്ന് തോന്നുന്നു. ആ ടൂറിന് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരുമിച്ചിരുന്ന ഒരു സെൽഫി. അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. പക്ഷെ എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിലെ ഡി-സോൺ കലോത്സവത്തിൽ SFIക്കാരെ തെരഞ്ഞുപിടിച്ച് തല്ലിച്ചതച്ചതിന് ശേഷം രക്ഷപ്പെട്ടു പോകുന്ന KSU MSF പ്രവർത്തകരാണ്. കാപാലികന്മാരല്ല, ക്രൂരന്മാരല്ല, ഗുണ്ടകളല്ല, ക്രിമിനലുകളല്ല, തറവാട്ടി പറന്നവരാണ്. അതായത് നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയുണ്ടോ? എവിടെയെങ്കിലും സംഘടന ഉണ്ടാക്കിയതിന് ശേഷം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആംബുലൻസ് വിളിച്ചു വരുത്തി അതിൽ സൈറന് വിട്ടങ്ങ് രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒരു SFIക്കാർ ചെയ്തിരുന്നെങ്കിൽ എന്തുമാത്രം വാർത്താ കോലാഹലം ഉണ്ടായേനെ. ഇത് കഴിഞ്ഞ ദിവസം ഡി-സോൺ കലോത്സവത്തിന്റെ ഭാഗമായി മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടന SFIക്കാരെ KSUക്കാർ തല്ലിച്ചതച്ചത് വിദ്യാർത്ഥി സംഘടനവും അതിനുശേഷം മർദ്ദനമേറ്റ KSUക്കാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വാഹനം SFIക്കാർ ആക്രമിച്ചു എന്ന രീതിയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് SFIയെ കോൺട്ര ചെയ്തുകൊണ്ട് SFIക്കെതിരെ വികാരം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന്റെ വസ്തുത പുറത്തേക്ക് വരുമ്പോൾ ഈ KSUവിനകത്തുള്ള ക്രിമിനലുകൾ, അതായത് കോൺഗ്രസുകാർ വളർത്തിക്കൊണ്ടുവരുന്ന ക്രിമിനലുകൾ എത്രമാത്രം സാമൂഹ്യ വിരുദ്ധരാണെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഈ രീതിയിലുള്ള തെമ്മാടിത്തം കാട്ടിയിട്ട് ആംബുലൻസ് വിളിച്ച് രക്ഷപ്പെടാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് മറ്റേതോ കേന്ദ്രത്തിൽ നിന്നായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന രീതിയിലുമായി സംഘടന ഉണ്ടാക്കിയവരെ രക്ഷപ്പെടുത്തി ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്യാം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ കുട്ടികൾ ആംബുലൻസ് തടയാൻ ശ്രമിച്ചത്. അതിനെ എന്താക്കി ചിത്രീകരിച്ചു? KSUക്കാരന്മാരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വാഹനം തടയാൻ ശ്രമിച്ചു അത്രേ. ഈ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചികിത്സാ പ്രോട്ടോകോൾ ഉള്ള ഒരു വാഹനമാണ്. അത് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ KSUക്കാരെ സംബന്ധിക്കുന്നിടത്തോളം മറ്റുള്ളവരെ തല്ലിയതിനു ശേഷം രക്ഷപ്പെട്ടു പോകേണ്ട വാഹനമാണ്. അവർക്ക് സ്പിരിറ്റ് കടത്തേണ്ട വാഹനമാണ്. അവർക്ക് കള്ളനോട്ട് കടത്തേണ്ട വാഹനമാണ്. ഇതൊക്കെയാണ് MSFും KSUവും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കഞ്ചാവ് കിട്ടുമെങ്കിൽ അതും കടത്താം. നേരത്തെ മലപ്പുറം കേന്ദ്രീകരിച്ച ആംബുലൻസിൽ ലീഗുകാർ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇതുപോലെ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പറഞ്ഞു വന്നതല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ആംബുലൻസിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് SFIക്ക് നേരെ ഉണ്ടായ അക്രമം അതിനെ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് ഏകപക്ഷീയമായിട്ട് രണ്ടുപേർ തമ്മിൽ ഏറ്റുമുട്ടി. അതിൽ SFIക്കാർക്ക് തല്ലുകൊള്ളുമ്പോൾ KSUക്കാരോ SFIക്കാരോ അവരെ തല്ലിയെന്ന് ഒരിടത്ത് പോലും പറയാത്ത സന്ദർഭത്തിൽ, ഈ കൃത്യവും കാട്ടിയിട്ട് ആംബുലൻസ് പിടിച്ച് രക്ഷപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ അവർ അതിനകത്തിരുന്ന് സെൽഫി എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ചോർന്ന് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്തു വേണ്ടിയായിരിക്കും? അത് KSUക്കാർക്കും KSUവിലെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം അവർ വീരപരിവേഷം സൃഷ്ടിക്കാൻ സ്റ്റാറ്റസിലൂടെ ഉദ്ദേശിച്ചതാണ്. പക്ഷേ ചില സത്യങ്ങൾ ഇങ്ങനെയാണ്. അത് ഏതെങ്കിലും വഴിയിലൂടെ പുറത്തേക്ക് വരും. മാധ്യമങ്ങൾ ഒരു പ്രത്യേക വികാരം സൃഷ്ടിച്ചുകൊണ്ട് അടിച്ച ആ കുട്ടികളെ പരിക്ക് പറ്റിച്ചിട്ട് ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത ക്രിമിനലുകളെന്ന് SFIക്കാരെ ചാപ്പകുത്താൻ പരിശ്രമിച്ച സന്ദർഭത്തിൽ എന്തിനായിരിക്കും ആ കുട്ടികൾ ആംബുലൻസ് തടഞ്ഞിട്ടുള്ളത്? അതായത് ഇതിലവന്മാർക്ക് രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടിട്ട് വഴി തടഞ്ഞു നിർത്തിയത് മനഃപൂർവ്വം തന്നെയായിരിക്കും. കാര്യം ഇമാതിരി തെമ്മാടിത്തം കാണിക്കുന്നവർ ഒരിക്കലും മാധ്യമങ്ങളുടെ കണ്ണിൽ വീഴത്തില്ല. കാര്യം അവർ കൂടി അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർക്ക് കൂടി ആഗ്രഹമുള്ളതാണല്ലോ SFIക്കാരെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച. ആ കാഴ്ച കണ്ട് മനോനിർവൃതി അടഞ്ഞവർ ഒരു ആംബുലൻസിന്റെ ദൃശ്യം വെച്ച് ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് MSF KSU നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ മുഴുവൻ ന്യായീകരിച്ച് വെള്ളപൂശാൻ പരിശ്രമിക്കുന്നതിനിടയിലാണ് ഈ ദൃശ്യം പുറത്തേക്ക് വരുന്നത്. ഈ ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ പലർക്കും അണ്ണാക്കിനൊരു പഴം തിരികിയ അവസ്ഥയാണ്. വാ തുറക്കുന്നില്ല, മിണ്ടുന്നില്ല. കേരളത്തിൽ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് ആക്രമിച്ച ആ ദൃശ്യങ്ങൾ പലകുറി പുറത്തേക്ക് വന്നതാണ്. കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുന്ന രീതിയിൽ SFI പ്രവർത്തകരെ ഇരുമ്പ് പൈപ്പും വടികളുമായിട്ട് വളഞ്ഞു നിന്ന് തല്ലിച്ചതച്ചതും കസേരകൾ കൊണ്ട് മർദ്ദിച്ചവരെ ഈ രീതിയിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ വാർത്ത എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ മാധ്യമധർമ്മം എന്നുള്ള നിലയ്ക്ക് അതിനെ സംബന്ധിച്ച് ഇവർക്ക് വല്ലാത്ത തോതിലുള്ള ആവേശം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഗാന്ധിസമാണ്, അതായത് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരു പ്രത്യേകതരം ഗാന്ധിസത്തിന്റെ രീതിയിലാണല്ലോ. അവർ ഗാന്ധിയന്മാരാണ്. ഗാന്ധിയന്മാർ നടത്തിയ പ്രവർത്തനങ്ങൾ നോക്കൂ. SFIക്കാർ ആരെങ്കിലുമാണ് ഈ രീതിയിലുള്ള ഒരു സംഘടന ഉണ്ടാക്കി ആംബുലൻസിൽ രക്ഷപ്പെട്ട ഒരു ദൃശ്യം പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഏത് രീതിയിലായിരിക്കും അത് ചർച്ച ചെയ്യപ്പെടുക? കേരളത്തിലെ ചില ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് എങ്ങനെയാണ് ഇവർ കൊടുക്കുന്ന പ്രിവിലേജ്, എന്താണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ എന്നതിന്റെ തെളിവ് കൂടിയായി മാറുകയാണ്. ഈ രീതിയിൽ ഒരു ആംബുലൻസ് അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്
നേതൃത്വം ഇടപെട്ടിട്ടുണ്ടാകുമെന്ന് സംശയലേശമന്യേ പറയാം. കാര്യം കോൺഗ്രസിനകത്തെ ക്രിമിനലുകൾ, അതായത് പണം തട്ടിച്ചും കഞ്ചാവ് കച്ചവടം നടത്തിയും വണ്ടിച്ചെക്ക് കൊടുത്തെല്ലാം ഈ UDF കോൺഗ്രസ് നേതാക്കന്മാർ പണമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ തന്നെ, വയനാട് DCC ട്രഷറർ ഉൾപ്പെടെ മകന് വിഷം കൊടുത്ത് മരിക്കാനുണ്ടായ കാര്യം എന്താണ്? ഇതുപോലുള്ള തട്ടിപ്പിനും വെട്ടിപ്പിനും മറ്റുള്ളവരെ ബലിയാടാക്കിയതിനു ശേഷം നേതാക്കന്മാർ ഊരിപ്പോകുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള SFI പ്രവർത്തകരെ മർദ്ദിച്ച് അവശരാക്കിയിട്ട് ഇവർ രക്ഷപ്പെട്ടു പോവുകയും അവരെ തന്നെ രക്ഷപ്പെട്ടു പോകുന്ന ആംബുലൻസിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തടയാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും മർദ്ദനമേറ്റവരെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇവർ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് KSU MSFകാർ ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവരുന്നതും അവരെ സംരക്ഷിക്കുന്നു എന്നതിന്റെ യഥാർത്ഥ തെളിവായിട്ട് വേണം ഇതിനെ പരിഗണിക്കാനെന്ന് പറയേണ്ടി വരികയാണ്.